സ്വന്തം ഭാര്യ അകത്തേക്ക് വരരുതെന്ന് പറയുന്നത് കേൾക്കേണ്ടി വന്ന ഭാഗ്യം കിട്ടുവാനാണ് ഞാൻ. നിന്നോട് കുറച്ചു നേരം സംസാരിക്കാനുള്ള അനുവാദം തരൂ. എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്നോട് എന്താണ് പറയാൻ ബാക്കിയുള്ളത്? എന്റെ മകന്റെ ജീവൻ ആപത്തുണ്ടെന്നറിഞ്ഞിട്ടും ഞാൻ ക്ഷേത്രത്തിലേക്ക് വരാത്തതിന് നിനക്കെന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. ശരദ, എന്തുകൊണ്ട് ഞാൻ വന്നില്ലെന്ന് ഇന്ന് നീ അറിയേണ്ടതല്ലേ? അന്ന് നിങ്ങൾ വരുമെന്ന് കരുതി കാത്തിരുന്ന് ഹോമകുണ്ടത്തിലെ തീ പോലും അണഞ്ഞുപോയി. ഇനിയിപ്പോ എന്താണ് പറയാനുള്ളത്? അങ്ങോട്ട് വരാൻ വേണ്ടി പുറപ്പെട്ടതാണ് ശാരദ. പക്ഷെ ആ സമയത്താ ഇന്ദുവിനെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വന്നു. അങ്ങനൊരു സന്ദർഭത്തിൽ എന്തൊക്കെ നടക്കുമെന്ന് നിനക്ക് ഊഹിച്ചൂടെ? അതുകൊണ്ട് ഇത്തവണ അതിൽ പങ്കെടുക്കാതിരുന്നാൽ വീണ്ടും ഒരു വഴക്കുണ്ടാവുമെന്ന് ഭയന്ന് ഞാനതിൽ സഹകരിച്ചു. എന്ന് നമ്മുടെ ഇന്ദുവിന് കല്യാണാലോചന വന്നെന്നോ? പയ്യൻ എങ്ങനെയുണ്ട്? നല്ല കൂട്ടരാണോ? എന്നിട്ട് കല്യാണം ഉറപ്പിച്ചോ? ശാരദ, കല്യാണം ഉറപ്പിച്ചൊന്ന് കേട്ടപ്പോ തന്നെ പഴയതെല്ലാം മറന്ന് എത്രമാത്രം നീ സന്തോഷിക്കുന്നു. നിന്റെ നന്മ മനസ്സിലാക്കാനുള്ള യോഗ്യത അവിടെ ആർക്കുമില്ലാതെ പോയല്ലോ. ആദ്യം കല്യാണാലോചനയുടെ വിശേഷങ്ങൾ പറയൂ. കല്യാണം ഉറപ്പിച്ചു ശാരദ. വിഷ്ണുപ്രസാദിന്റെ കാർ എന്താ ഇവിടെ കിടക്കുന്നത്? ഹലോ ചേട്ടാ. എന്താടാ ഇന്ന് വരാൻ കുറച്ച് വൈകിയെന്ന് തോന്നുന്നു. അതെ ചേട്ടാ, എന്ത് ചെയ്യാനാ, കുറച്ച് ഉത്തരവാദിത്തം കൂടി പോയില്ലേ. അമ്മ പറഞ്ഞ പണിയൊക്കെ തീർക്കാൻ കുറച്ച് താമസിച്ചു പോയി. ഓ ഗ്രേറ്റ്. നിനക്ക് ചായ വല്ലതും വേണ്ടേ? അവന് ചായ ഒന്നും വേണ്ട. കാപ്പി കുടിച്ചോളാം. അതല്ലാതെ ഞാനിവിടെ എന്ത് ചെയ്യാനാ ചേട്ടാ? നിന്നെ പോലെ എനിക്ക് ഓഫീസ് എന്തെങ്കിലും ഉണ്ടോ? സിറ്റി മൊത്തം എന്റേതാണ്. നീ ഈ ഓഫീസിൽ പണിയെടുക്ക്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അയ്യോ, എനിക്ക് പണ്ടേ വേർപ്പിന്റെ അസുഖം ഉണ്ടല്ലോ. ഈ അസുഖം വെച്ചോണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല ചേട്ടാ. പിന്നെ എന്താ നിന്റെ പ്ലാൻ? അത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് എനിക്ക് ഐഡിയ ഒന്നുമില്ല. ആലോചിച്ച് ടെൻഷൻ അടിക്കാനും വയ്യ. സമയമാകുമ്പോഴേ ഞാൻ ചേട്ടനോട് പറയാം. ശരിടാ, എനിക്ക് ഒരുപാട് വർക്ക്. ഏയ്, അതൊക്കെ ചെയ്യാൻ ചേട്ടാ. അത് പിന്നെ പൂജ അന്ന് വീട്ടിൽ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അവളെ പറ്റി എന്താ ചേട്ടന്റെ അഭിപ്രായം? തെയ്ത്തക്കയുടെ പേഴ്സണാലിറ്റി കുറച്ച് വീക്കാണെന്നാ തോന്നുന്നേ. എന്നാൽ അവള് മെന്റലി നല്ല സ്ട്രോങ് ആണ്. ഇന്നലെ ഞാൻ വഴക്ക് പറഞ്ഞതിന്റെ പേരിലേ അവള് ആഹാരം പോലും കഴിക്കാതെ അങ്ങ് ഇരുന്ന് കളഞ്ഞു. എന്ത്, പൂജ ഒന്നും കഴിച്ചില്ലേ? അപ്പൊ വിശന്ന് കിടക്കായിരുന്നോ? ഞാൻ ആദ്യം അവളോട് മര്യാദയ്ക്ക് പറഞ്ഞു, കേട്ടില്ല. അതുകൊണ്ട് എന്റെ സ്റ്റൈലിൽ തന്നെ എനിക്ക് പറയേണ്ടി വന്നു. അതെന്ത് സ്റ്റൈലാട്ടാ? വേറെ എന്ത് ചെയ്യാനാ, ഞാൻ തന്നെ പൊക്കി എടുത്തോണ്ട് വന്നിരുത്തി. പൊക്കി എടുത്താ? അതിനെ അങ്ങനെ എന്തിനാ ചേട്ടാ ചെയ്തേ? വല്യമ്മ എന്ത് വിചാരിക്കും ചേട്ടാ? ഡാ ഞാൻ അവളെ എടുത്തതിന് നീ എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നേ? പിന്നെ സാധാരണ നീ പെണ്ണുങ്ങളെ നോക്കാറ് പോലും ഇല്ലല്ലോ. അപ്പൊ പൂജ എടുത്ത് പൊക്കിന്നൊക്കെ പറയുമ്പോ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ചേട്ടാ? ഭക്ഷണം കഴിക്കാൻ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു, അവളനുസരിച്ചില്ല. പിന്നെ മറ്റൊരു വഴി ഇല്ലാത്തോണ്ട് പൊക്കി എടുത്തോണ്ട് ഇരുത്തി. അത് അങ്ങനെ പൊക്കിയെടുത്തപ്പോ നിനക്ക് വല്ലതും തോന്നിയായിരുന്നോ? എനിക്കെന്ത് തോന്നാനാ? അത് എന്തായാലും അങ്ങനെ ചെയ്ത് ശരിയല്ല ഏട്ടാ. അതറിഞ്ഞ അവളുടെ ആളുകളെന്ത് വിചാരിക്കും? അതിന് അവൾക്ക് അങ്ങനെ ആരും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആ ചോദ്യത്തിന്റെ ആവശ്യമില്ല, മനസ്സിലായോ? അവൾക്ക് ആരുണ്ടെന്നാ നീ പറയുന്നത്? ആരുണ്ടെന്നോ?
കുഞ്ഞുനാളിൽ അവളെ രക്ഷിച്ചത് നിങ്ങൾ തന്നെ ആയിരുന്നില്ലേ? അതൊന്നും അറിയാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഉണ്ടാകും ചേട്ടാ, എന്തുകൊണ്ടുണ്ടാവില്ല? സ്വന്തക്കാര് തന്നെ വേണമെന്നില്ലല്ലോ. അവളെ സ്നേഹിക്കുന്നവരുണ്ടാവാം, അവളെ പ്രേമിക്കുന്നവർ തന്നെ ഉണ്ടാവാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവില്ലേ? എന്താടാ അവളെ നല്ല പരിചയമുള്ളത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. നീ അവളെ നേരത്തെ അറിയോ? അയ്യേ ചേച്ചേ, എനിക്ക് തെയ്യത്തൊക്കെ തന്നെ ശരിക്കറിയില്ലല്ലോ. പിന്നെ അവളുടെ ആളുകളെ കുറിച്ച് ഞാൻ എങ്ങനെ അറിയാനാ? എന്റെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയതുകൊണ്ട് ഞാൻ ചോദിച്ചതാ, അത്രേ ഉള്ളൂ. എന്തോ നീ തെയ്യത്തക്കയുടെ കാര്യത്തില് ആവശ്യത്തിലധികം താല്പര്യം കാണിക്കുന്നൊരു സംശയം. അത് എന്താടാ കാര്യം? ചേച്ചേ, നിങ്ങളുടെ അനിയൻ തങ്ക ചേട്ടാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞോ. എന്റെ മനസ്സിലുള്ള കാര്യം അവളോട് പോലും പറഞ്ഞിട്ടില്ല. അവളോട് ഇതുവരെ പറയാത്ത കാര്യം ചേട്ടനോട് എങ്ങനെ പറയാനാ? ഹലോ പൂർണി. പൂർണിയല്ല, ഞാനാ. അവളുടെ ഫോൺ എടുത്ത് നീ എന്തിനാ വിളിച്ചത്? നിങ്ങളോടൊരു ഗുഡ് ന്യൂസ് പറഞ്ഞോട്ടെ. ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയണോ വേണ്ടോന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നിങ്ങളുടെ അനിയത്തിയുടെ ഫോണിൽ നിന്ന് വിളിച്ചതേ നിങ്ങൾക്ക് ഇഷ്ടാവുന്നില്ലല്ലോ. വെറുതെ എന്റെ സമയം വേസ്റ്റ് ആക്കാൻ നോക്കണോ നീ? ഹലോ, ഇന്ന് നിങ്ങളുടെ അനിയത്തിയുടെ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്, കാണാൻ വരുന്നുണ്ടോന്ന് വിളിച്ചു ചോദിച്ചതാ. അവളെ ഡാൻസ് പഠിപ്പിച്ച നീയാണ്, കളിക്കാൻ പോകുന്ന അവളാണ്. പിന്നെ ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? എല്ലാം കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് വീഡിയോ അയച്ചു തരുമല്ലോ, ഞാൻ അങ്ങനെ കണ്ടോളാം. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്കേ കലാബോധം ഇല്ലേ ഇല്ല. അതുണ്ടെന്ന് ഞാൻ എന്താ തലയിൽ ബോർഡ് വെച്ച് കിടക്കണോ? അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്ക്. ഇല്ല, രാത്രി മുഴുവനും ഞങ്ങൾ ഇവിടെ തന്നെ കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോ വരാം. ഇടി തേത്തക്ക. എന്താടാ ഇടിച്ചക്കെ? ഏയ്, ഞാൻ വീട്ടിൽ എത്തിക്കോട്ടെ, നീ തീർന്നടി. ഉം. എന്താ ചേട്ടാ, പൂജ കോളേജിലാണോ ഉള്ളത്? ആ, നമ്മുടെ പൂർണ്ണി ഡാൻസ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമല്ലേ. കൂട്ടിനാ തെയ്ത്തക്കം കൂടെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണിക്ക് ഒരു സഹായമാവൂലെന്ന് കരുതി. എന്നാ ഓക്കെ ഏട്ടാ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. അതെങ്ങനെ ശരിയാവും? അത് പിന്നെ ഞാൻ കോളേജിലേക്കാ. അവിടെ നിനക്ക് എന്താടാ പണി? അതിന് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ ഏട്ടാ. നിനക്കാണെങ്കിൽ ജോലി തിരക്കുണ്ട്, എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഞാൻ അവിടെ ചെന്ന് അവരെ പ്രോത്സാഹിപ്പിക്കാം. അവരെ പ്രോത്സാഹിപ്പിക്കാനേ അവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്നാലും ഒരു ആങ്ങളെ എന്നുള്ള നിലയ്ക്ക് ഞാനവിടെ വേണ്ടതല്ലേ. അതുകൊണ്ട് ഞാൻ അവിടെ പോയി സഹോദരിയുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ. എന്നെ യാത്രയാക്കിയാലും സഹോദര. ഇറങ്ങി പോടാ അങ്ങോട്ട്. ഇതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് പറഞ്ഞുകൂടെ? ശരിയെന്നാ, ബൈ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് നിൽക്കൂ. ഏട്ടാ, കല്യാണത്തിന് വരാനാവില്ല, വീട്ടിൽ വന്ന് കൊടുക്കാനും ആവില്ല. എന്തു പറഞ്ഞിട്ടായാലും എന്റെ സമ്മാനമായി ഈ സാരി ഇന്ദുവിന് കൊടുക്കണം.
ശാരദ, അമ്മയെ പോലെ സ്നേഹിക്കുന്ന നിന്റെ നല്ല മനസ്സിനെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തായാലും ഈ രീതിയിലെങ്കിലും ഇന്ദുവിന് നിന്റെ അനുഗ്രഹം കിട്ടുമല്ലോ. എനിക്ക് സന്തോഷമായി. പോയി വരാന്ന് പറയുന്നില്ല, വീണ്ടും വീണ്ടും വന്ന് ശല്യം ഉണ്ടാക്കില്ല. ഇറങ്ങട്ടെ. നിങ്ങൾ വരുന്ന ഓഫീസ് ഇതാണോ? ഇവിടെയാണ് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. മീര, അതല്ല ശരിക്കും. എന്നെ പൊട്ടിയാക്കി എന്റെ മുമ്പിൽ നിങ്ങൾ നാടകം കളിക്കുകയാണല്ലേ? എന്നോട് ഓഫീസിലേക്കാണെന്ന് പറഞ്ഞ് നിങ്ങൾ വരുന്ന ഓഫീസ് ഇതാണോ? വേണ്ടെന്ന് വെച്ച ഈ പഴയ ബന്ധം ഞങ്ങൾ അറിയാതെ നീ കൊണ്ടു നടക്കുവാണല്ലേ കൃഷ്ണപ്രസാദ്. ഇതില് നിന്റെ തെറ്റൊന്നുമില്ല. നിന്റെ പുറകെ നിന്ന് കളിക്കാൻ ആളുകളുള്ളപ്പോ നീ എന്ത് ചെയ്യുമല്ലേ പാവം. ആഹാ, ഇതിൽ ശാരദയുടെ തെറ്റൊന്നുമില്ല. ഞാനാ വന്നത്. ആഹാ, ഒരു വാക്ക് പോലും അവളെ കുറ്റപ്പെടുത്താൻ അനുവദിക്കില്ല അല്ലേ നിങ്ങള്? എല്ലാം ചെയ്തിട്ട് വീട്ടിൽ ഒളിഞ്ഞിരിക്കല്ലേ? അവളെ വിളിക്കുക. മീര, അവളുമായി നിനക്കെന്ത് കാര്യം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. വാ. നേരെ സംസാരിക്കട്ടെ കൃഷ്ണപ്രസാദ്, അവളെ സംസാരിക്കാൻ വിട്. അകത്തിരിക്കുന്നവളുടെ കയ്യിലിരിപ്പ് നാട്ടുകാർ കൂടി ഒന്ന് അറിയട്ടെ. സ്വന്തം ഭർത്താവ് ആരും അറിയാതെ ഈ വീട്ടിലൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ടെന്നറിഞ്ഞ ഏതു ഭാര്യ ആയാലും എങ്ങനെയാ പ്രതികരിക്കാതിരിക്കുന്നത്? അതെ സാറേ, ഈ കോളനിക്ക് ഒരു നിലയും വിലയൊക്കെ ഉണ്ട്. വിളിക്കൂന്നേ, അവരെ വിളിക്ക്. അവരെ വിളിച്ച് സംസാരിക്കാൻ സാറേ ഒന്നും മിണ്ടാതിരിക്കുന്നേ. അവരെ വിളിക്കാൻ സാർ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? വിളിക്ക് സാറേ. ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ട് അവിടെ തന്നെ നിക്കുവാണോ? ഇങ്ങിറങ്ങി വാ. മനുഷ്യത്തുണ്ടോ നിനക്ക്? അയാൾക്ക് ബുദ്ധിയില്ല, നിനക്ക് ബുദ്ധിയില്ലേടി? വളർന്ന് വലുതായ മക്കളുള്ള നീ ഇങ്ങനെ കളത്തരത്തിൽ എന്റെ ഭർത്താവിനെ വിളിച്ച് വീട്ടിൽ വരുത്തുന്ന ആളില്ല നിനക്ക്. നീ തെറ്റ് ചെയ്തിട്ട് അവളെ വിരട്ടുന്ന എന്തിനാ? ഞാനിവിടെ എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്കറിയില്ല. അറിയാത്തത് കൊണ്ടല്ലേ അന്ന് നിങ്ങൾ അമ്പലത്തിൽ വെച്ച് തമ്മിൽ കണ്ടത്. ഇപ്പൊ ഒറ്റയ്ക്ക് എന്തിനാ നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നത്? എടി, നീ ഒരു പെണ്ണല്ലേടി? എന്നിട്ട് മറ്റൊരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? നിനക്ക് മനസാക്ഷി ഉണ്ടോടി?
നിനക്ക് വീട്ടിൽ വിളിച്ചു വരുത്താൻ എന്റെ ഭർത്താവിനെ മാത്രമേ കിട്ടിയുള്ളൂ. ഓഫീസിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ അമ്പലത്തിലും വീട്ടിലും മാത്രമാണോ പുറത്തും കറക്കമുണ്ടോ? കറങ്ങുന്നുണ്ടാവോ ഏട്ടത്തി? എവിടെ വേണമെങ്കിലും കറങ്ങി നടക്കും. അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നത് എന്റെ ഭർത്താവിനെ വളയ്ക്കാൻ നോക്കി എന്റെ സ്വഭാവം മാറുന്നു. എന്നിട്ട് നീ അയാളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയെങ്കിൽ നിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടേ? മീര, മര്യാദയ്ക്ക് സംസാരിക്കുക. അവളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. നിന്റെ ശബ്ദം എന്താ ഉയരുന്ന? ഇത് അദ്ദേഹത്തിന്റെ ചെവിയിലെത്തിയ എന്താ സംഭവിക്കുന്നതെന്ന് നിനക്കറിയാലോ. സ്വന്തം അനിയത്തെ കരയിപ്പിച്ചു എന്നറിഞ്ഞ ആ നിമിഷം നിന്നെ വെടിവെച്ച് കൊല്ലും. ഓഫീസിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ സത്യം ഞാൻ വിചാരിച്ചു. നിങ്ങൾ വരുന്ന ഓഫീസ് ഇതാണോ? ഇതുവരെ ഇദ്ദേഹം എന്റെ കൂടെ മാന്യമായിട്ടാ ജീവിച്ചത്. ഞാൻ ദൈവത്തെ പോലെ കണ്ടിരുന്ന ഇദ്ദേഹത്തെ മാറ്റിയെടുക്കണമെങ്കിൽ നീ ഒരു സാധാരണ പെണ്ണല്ല, ഒരു വൃത്തികെട്ട സ്ത്രീയാണ്. ഈ കള്ളത്തരങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാ ഇതുവരെ നീ ഇവനെ മാന്യനായി തെറ്റിദ്ധരിച്ചത് മീര. ഈ വരവും പോക്കും ഒന്നും ഇപ്പൊ തുടങ്ങിയതല്ല. ഈ രാസലീല കുറേ നാള് കൊണ്ടേ ഉണ്ട്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയരുത്. ചെയ്യാത്ത തെറ്റിന് എന്നെ ശിക്ഷിക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നിർത്തടി. നീ നുണ പറഞ്ഞാലും നിന്റെ നെറ്റിയിലെ സിന്ദൂരം നുണ പറയില്ല. നിന്റെ ഇതൊക്കെ ഒരു ജീവിതമാണോടി? നിനക്ക് നാണുണ്ടെങ്കിൽ ഇയാള് വീണ്ടും വരുമെന്ന് പറഞ്ഞപ്പോ വരാൻ പാടില്ലെന്ന് പറയണമായിരുന്നു. വരാൻ പാടില്ലെന്ന് എങ്ങനെ പറയും മീര? ഞാൻ പറഞ്ഞതല്ലേ ഈ ബന്ധം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ലാന്ന്. നിന്നെ പോലെയുള്ളവരോട് സംസാരിക്കുകയല്ല വേണ്ടത്, റോഡിലേക്ക് വലിശേഷി പട്ടിയെ പോലെ തല്ലിയാ വേണ്ടത്. മീര, നിൽക്ക്. എന്താ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ? ഇവിടെ തൊടുമ്പോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? എടി, നീ എന്റെ ഭർത്താവിന് വല വീശി പിടിച്ച് നീ എനിക്കും എന്റെ കുട്ടികൾക്കും ദ്രോഹം ചെയ്യുകയാണോ? ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയോടൊപ്പം നിങ്ങൾ ഈ കോളനിയിൽ എങ്ങനെയാ ജീവിക്കുന്നേ? എന്റെ ഭർത്താവ് ഈ വീട്ടിലേക്ക് വന്നപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇതുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞത്. നിങ്ങളില്ലാതെയാണ് ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചത്. ഇപ്പൊ ഇവിടെ കേറി വന്ന് എന്നെ കൊലയ്ക്ക് കൊടുത്തിട്ട് എന്റെ മക്കൾക്ക് അമ്മ കൂടി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കരുത്. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരരുത്.